Hello and welcome to Everyday English. In this video, let's see what exactly a phrasal verb is. Phrasal verb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസ്, ഈ ഫ്രേസിൽ ഒരു മെയിൻ വേർബ് ഉണ്ടായിരിക്കും, പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഒരു പാർട്ടിക്കിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ പാർട്ടിക്കിൾസ് ആസ് വെൽ. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരു ഫ്രേസൽ വെർബിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഗോ ഓഫ്. എന്തെങ്കിലും ഒരു സാധനം റിങ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എക്സ്പ്ലോഡ് ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം, ഗോ ഓഫ്. ഓക്കെ, ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്റ്റർഡേ ദി അലാം വെൻറ്റ് ഓഫ് അറ്റ് 5 AM. ഇന്നലെ 5 AM അലാം റിങ് ചെയ്തു. അപ്പോൾ ഇതിൽ ഈ സെൻറ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഗോ ഓഫ് എന്നുള്ള ആ ഫ്രേസൽ വെർബ് ഇവിടെ ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്തപ്പോഴേക്കും ഗോ എന്നുള്ള വേർബ് വെൻഡായി, ബിക്കോസ് നമ്മൾ പാസ്റ്റിലാണ് പറയുന്നത്. അപ്പം നമ്മൾ ടെൻസ് ഏത് കോണ്ടെക്സ്റ്റിലാണോ നമ്മൾ പറയുന്നത് ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ടെൻസ് മാറാനും നോക്കണം. ഇനി മുമ്പേ ഞാൻ പറഞ്ഞു ഫ്രേസൽ വെർബിൽ ഒരു വേർബുണ്ട്, പിന്നെ ഒരു പാർട്ടിക്കിളുണ്ട്. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിലെ വേർബ് എന്ന് പറയുന്നത് ആ ആക്ഷൻ കാണിക്കുന്ന വേർഡാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ വാക്ക്, ഗെറ്റ്, ഹാങ്, ടേക്ക്. അത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ പാർട്ടിക്കിൾ എന്ന് നോക്കാം. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ ബോത്ത് പ്രിപ്പോസിഷനും ആഡ്വേർബും ഉണ്ടായിരിക്കാം. ഫ്രേസൽ വെർബിൽ വേർബിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രിപ്പോസിഷൻ പാർട്ടിക്കിളായിട്ട് വരുന്ന ഒരെണ്ണത്തിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് ആയിരിക്കാം. എക്സാമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ക്യാരി ഓൺ ഡൂയിങ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കാം. വേർബിൻ്റെ കൂട്ടത്തിൽ ആഡ്വേർബ് വരുന്ന ഒരു ഫ്രേസൽ വെർബ് നമുക്ക് നോക്കാം. ഗെറ്റ് ത്രൂ. ഐ ട്രൈ ടു കോൾ ഡാഡ് ബട്ട് ഐ വാസ് അൺഎബിൾ ടു ഗെറ്റ് ത്രൂ, വിച്ച് മീൻസ് ഞാൻ അപ്പനെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. വേർബിൻ്റെ കൂട്ടത്തിൽ ആഡ്വേർബും പ്രപ്പോസിഷനും പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്ന കേസസിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്യാച്ചപ്പ് വിത്ത്. ക്യാച്ചപ്പ് വിത്ത്. എക്സാമ്പിൾ സെൻറ്റൻസ് പറയാം. ഹിസ് ബാഡ് കോണ്ടക്ട് അറ്റ് ദി സ്കൂൾ ഹാസ് ഓൾവേസ് കോട്ട് അപ്പ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാഡ് കോണ്ടക്ട്, ബാഡ് ബിഹേവിയർ അറ്റ് ദി സ്കൂൾ, അവൻ്റെ സ്കൂളിലെ ചീത്ത സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും അവനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും പ്രത്യേകം ഓർക്കുക, ഒരു പാർട്ടിക്കിൾ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. ഫോർ എക്സാമ്പിൾ ടേക്ക് ഓൺ, ടേക്ക് ഓഫ് ഡിഫറെൻറ്റ് മീനിങ് ആണ്. ഗെറ്റ് ഓഫ്, ഗെറ്റ് ഓൺ, ഗെറ്റ് അവേ, ഗെറ്റ് ടു, ഗെറ്റ് അലോങ്, ഇതിനെല്ലാം ഡിഫറെൻറ്റ് മീനിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഈ പാർട്ടിക്കിൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് മാറിപ്പോകും. സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.